അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെ കുറച്ച് വബറകാത്ത് പറയാൻ മടിച്ചത്? നമ്മൾ എന്ത് ചെയ്യണോ? ഒരാള് നമ്മോട് സലാം പറഞ്ഞാല് അയാൾക്ക് എക്സ്ട്രാ ഒന്നും കൂടി കൊടുക്കുക. അങ്ങനെയുണ്ട്, അത് എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ചിലയിടത്ത് അത് പലിശയാവും കേട്ടോ. അതെന്താ? ഒരാളടുത്ത് നിന്ന് 10 റുപ്യ കടം വാങ്ങും, എന്നിട്ട് അയാളുടെ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു 5 റുപ്യ കൂടി കൂട്ടിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 റുപ്യ കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ 12 റുപ്യ കൊടുക്കുക. അത് സുന്നത്താണ്, അത് നല്ല പരിപാടിയാണ്. 10 റുപ്യ, ഒരാൾ 10 റുപ്യ നമുക്ക് തന്നത്, നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു? കടം തന്നതല്ലേ, നമ്മൾ സന്തോഷത്തോടു കൂടി അയാൾക്ക് 2 രൂപ ഏറെ കൊടുത്ത് 12 റുപ്യ, അത് ഏറെ കൊടുക്കുക. ഇങ്ങോട്ട് തന്നതിനേക്കാൾ കുറച്ച് ഏറെ കൊടുത്തു, അത് നല്ല പരിപാടി. പക്ഷേ അതെന്താവുന്നറിയോ? പലിശയാകും, ഹറാമാകും. എപ്പെന്നറിയോ? ഞങ്ങൾക്ക് 10 റുപ്യ തരാം, തിരിച്ച് തരുമ്പോ 12 റുപ്യ തരണട്ടോ എന്ന് പറഞ്ഞാൽ എന്താവും? ഹറാമാകും, അത് പലിശയാകും. എന്നാ ഒന്നും പറഞ്ഞിട്ടില്ല, അയാളെ നമുക്ക് കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ ഒരാളെ നമ്മളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് അയാൾക്ക് എന്ത് കൊടുക്കണം? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും കൂടി പറയണം, അതും കൂടി കൂട്ടി കൊടുക്കണം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സലാം പറയുമ്പോൾ ആളോട് തിരിച്ച് പറയുന്ന സമയത്താണെങ്കിലും ഒരു ചെറുപുഞ്ചിരിയോട് കൂടി മറുപടി കൊടുക്കണം കേട്ടോ. അതൊക്കെ നമ്മളെ സ്വഭാവത്തിൽ വരേണ്ട മാറ്റങ്ങളാണ്. ഒന്ന് ചിരിക്കുന്നതിന് എന്താ പ്രശ്നം? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഒരാളെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ പോലും സ്വതക്കയാണ്. സദക്ക ചെയ്തതിന്റെ കൂലിയാണ് കിട്ടുക. അപ്പൊ അതൊക്കെ അല്ലേ എല്ലാവരും? ഇനി സലാം ഒരാൾ എന്നിട്ട് പറഞ്ഞാൽ മടക്കുമ്പോൾ കുറച്ചും കൂടി ഏറെ മടക്കി ശീലിക്കണം. അതുപോലെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഉമ്മാക്കൊക്കെ നല്ലൊരു സലാം കൊടുക്കുക. പറ്റുമെങ്കിൽ ഉമ്മാന്റെ കൈയൊക്കെ ഒന്ന് പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. നമുക്ക് ദുനിയാവിൽ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാന്ന് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞത്? ഉമ്മാനോട്. ഉമ്മ നമ്മെ ഈ ലോകം കാണിച്ചു തന്ന ആളാണ്. എത്ര കാലം ചുമന്നിട്ട്, ഗർഭം ചുമന്നു അല്ലേ? അതിനാണ് എന്തെന്ന് പറയാനറിയോ? പ്രത്യുൽപാദനം എന്ന് പറയാം. ഉമ്മാനാരാ പ്രസവിച്ചത്? ഉമ്മാന്റെ ഉമ്മ. അങ്ങനെ അങ്ങോട്ട് പോയാലൊക്കെ ഉമ്മാന്റെ ഉമ്മ അല്ലേ? അങ്ങനെ അങ്ങനെ വരും. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കൂ. ഇന്ന് നമ്മളെ പാഠം തന്നെ എന്താണ്? അദ്ദിമാഉ ത്വബീഇയ്യ. അദ്ദിമാഉ ത്വബീഇയ്യ. പ്രകൃതി ദത്തമായ, പ്രകൃതിപരമായ ചില രക്തം. ആ രക്തം എന്തിന്റെ അടയാളങ്ങളാണ്? ആ രക്തം എന്താണ്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഒരു പാഠാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹയലുണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ പാടില്ല, സൂക്ഷിച്ച് അവരെ. അതുപോലെ തന്നെ അവരോട് പെരുമാറുമ്പോഴും, സ്ത്രീകൾക്ക് ഹയലുണ്ടാകുമ്പോൾ അവരോട് പെരുമാറുമ്പോഴും നമ്മൾ ഒരു കരുണയൊക്കെ കാണിക്കണം. കാരണം അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരു ഇടങ്ങേറ് വരുന്ന ഒരു സമയമാണ്. സത്യത്തിൽ എന്താ സംഭവം? ഒരു സ്ത്രീക്ക് ഹയലുണ്ടാവുക, ആർത്തവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആ സ്ത്രീ പ്രായപൂർത്തിയായി, ആ സ്ത്രീയായി എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനത്തിന് ശേഷിയുള്ള ഒരു സ്ത്രീയായിട്ടുണ്ട് എന്നതിന്റെ അടയാളം. നമ്മള് തെങ്ങ് കാണാനല്ലേ? തെങ്ങിന്റെ മുകളിൽ എന്താ ഉണ്ടാവല്? അടക്ക. എന്താ ഉണ്ടാവല്? തേങ്ങ. കവുങ്ങിന്റെ മുകളിൽ എന്താ ഉണ്ടാവല്? അടക്ക. വായ ഇങ്ങനെ വന്നിട്ട് കൊലച്ചു വരുന്നത് വായക്കുല. ഇതിനൊക്കെ നമ്മൾ അടയാളങ്ങൾ എങ്ങനെയാ കാണല്? ഈ നമ്മളൊരു വായ നട്ടിട്ട് വായ കൊലക്കാനായിക്കണോന്ന് നോക്കുമ്പോ ചിലപ്പോ ചില ഉമ്മാര് പറയും, ഓ ഞാൻ നട്ട വായ കൊലക്കാനായിട്ടോ. അപ്പൊ അതെന്താ കാരണേ? ആ വായക്ക് ചൊട്ട ഇടുക എന്ന് പറയും. ചൊട്ട എന്നല്ലേ പറയാ അല്ലേ? ആ വായക്ക് ഒരു ഇങ്ങനെ വരും, ചെറിയ ഇല വരും അത്. എന്നിട്ട് പിന്നെ കാണാൻ അങ്ങനെ വേറെ ഇങ്ങനെ വരുന്നു അല്ലേ? അപ്പൊ ആ വായ കൊലക്കാനായി, കൊലച്ചു തന്നെ പറയും. അതുപോലെ നമ്മളൊരു കവുങ്ങ് നട്ടിട്ട് കവുങ്ങ് അടക്കുണ്ടാകാനായിക്കണോന്ന് അറിയണത് എങ്ങനെയാണ്? കവുങ്ങ് പൂക്കാൻ തുടങ്ങി, പൂവിട്ടു, പൂങ്കുല വന്നു. തെങ്ങിനും അങ്ങനെയൊക്കെ തന്നെയല്ലേ? മാവിനും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോ പ്രകൃതിയിൽ തന്നെ
പ്രകൃതി നിശ്ചയിച്ച ഒരു കാര്യമാണ് എന്ത്? പ്രത്യുൽപാദനത്തിന് ചില അടയാളങ്ങൾ. അത് പ്രകൃതി നിശ്ചയിച്ചതാണ്. പ്രത്യുൽപാദനത്തിനുള്ള ചില അടയാളങ്ങൾ. ആ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒരു സ്ത്രീ പ്രത്യുൽപാദനത്തിന്, അഥവാ ആ സ്ത്രീയിൽ നിന്ന് ഒരു മനുഷ്യജന്മം പ്രത്യുൽപാദനം നടക്കാൻ ആ സ്ത്രീ എന്തായിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്, പക്വമായിട്ടുണ്ട് എന്നതിനെ കുറിക്കുന്നതാണ് എന്ത്? ഈ അടയാളം. ഏതടയാളം? അതിന് മലയാളത്തിൽ എന്താ പറയാ? ആർത്തവം. എന്താ പറയാ? ആർത്തവം എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഒരിക്കലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ കരഞ്ഞു. കാര്യമായിട്ട് ഹജ്ജിന് പോവാണ്. ആ സമയത്താണ് ആയിഷ ബീവി ഈ അനുഭവം പറയുന്നത്. ആയിഷ ബീവിക്ക് എന്ത് ചെയ്തു? എന്ത് സംഭവിച്ചു? ഹയലുണ്ടായി. ഹയൽ എങ്ങനെ ഉണ്ടാവല്? എപ്പോഴാണ് ഉണ്ടാവല്? എല്ലാ മാസത്തിലും ഒരിക്കലും ഉണ്ടാവും, അല്ലേ? അത് സ്ത്രീകൾക്ക് ഉണ്ടാവും. അപ്പോൾ സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നീ കുറച്ചും കൂടെ വലുതായാൽ ഭർത്താക്കന്മാരും ഇവരൊക്കെ ഭാര്യമാരും ഒക്കെ ആവേണ്ടവരാണ്. ഭാര്യമാരോട് അവർക്ക് ചില പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണെന്ത്? ആർത്തവം ഉണ്ടാകുന്ന സമയം. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ നേരത്തെ കൊടുത്തിരുന്ന കെയറിനേക്കാൾ കൂടുതൽ കെയർ സ്ത്രീകൾക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് ചില കാര്യങ്ങളൊന്നും പാടില്ല, ചെയ്യണ്ട. നിങ്ങൾ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? അവർക്കൊരു റെസ്റ്റ് സമയമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരു റെസ്റ്റ് സമയമാണ്. എന്നാൽ ഹയലുണ്ടായ സമയത്തുള്ള നിസ്കാരം പിന്നെ ഖളാ കിട്ടണം, പിന്നീട് ചെയ്യണം, അതും വേണ്ട. പക്ഷെ നോമ്പ് അങ്ങനെയല്ല കേട്ടോ. നോമ്പ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണില്ലായിരുന്നു. നോമ്പ് എന്താണ്? അത് വർഷത്തിൽ ഒരിക്കലല്ലേ അത് കിട്ടുന്നുള്ളൂ. അപ്പൊ നോമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? അല്ലാത്ത സമയങ്ങളിലും ചെയ്തു തീർക്കാനുള്ള സമയമുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ. ആ സമയങ്ങളിൽ ഒഴിവുപോലെ അടുത്ത നോമ്പാകുന്നതിന്റെ മുമ്പായിട്ട് അതെന്ത് ചെയ്യാം? ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഖളാ നോമ്പിനോ. അപ്പൊ ആയിഷ ബീവി എന്ത് ചെയ്തു? ഈ ആർത്തവം ഉണ്ടായ സമയത്ത് കരഞ്ഞു. എന്തോർത്തിട്ടാ കരയണത്? ഹജ്ജിനാണല്ലോ പുറപ്പെട്ടത്, അല്ലെ? ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അങ്ങനെ ഒരു വിഷമത്തിലാണ് കരയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഈ കരഞ്ഞ കണ്ടപ്പോ എന്തു പറ്റി ആയിഷ? ആയിഷ ഉമ്മുൽ മുഅ്മിനീനാണ്, നമ്മുടെ മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരുള്ളവരാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹാ എന്ന് പറയണം, അല്ലേ? പിന്നെ മറക്കരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തു പറ്റി ആയിഷ? ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. അതിന് ആർത്തവം ഉണ്ടായതിൽ ഇങ്ങനെ ബേജാറാവേണ്ടതൊന്നുമില്ല. അത് പ്രകൃതി സ്ത്രീക്ക് നൽകിയ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രത്യുൽപാദനത്തിന് ശേഷി ഉണ്ടാകുക എന്നുള്ള വലിയ അനുഗ്രഹമല്ലേ? ഒരു മാതാവാകാൻ കഴിയാത്തവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അപ്പോ ഞാൻ റെഡിയാണല്ലോ എന്ന സന്തോഷം നമുക്ക് വേണം കേട്ടോ. അപ്പൊ ആയിഷ ബീബിയെ എങ്ങനെ സമാധാനിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് സ്ത്രീകളുടെ പ്രകൃതിയാണ്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രകൃതിയാണ്. അത് അതിനെന്ത് ചെയ്യണം? തവാഫ് ഒഴികെ ബാക്കിയുള്ളത് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. തവാഫ് എവിടെ ചെയ്യുക? തവാഫ് ഹറമിലല്ലേ, പള്ളിയിലല്ലേ? അപ്പൊ പള്ളിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സമയത്ത് കയറരുത്, അശുദ്ധിയുള്ള സമയമാണ്. അത് ആ പള്ളിയോടുള്ള ഒരു ഹുർമത്താണ്. ഈ അശുദ്ധി എന്ന് പറഞ്ഞതുകൊണ്ട് തീരെ തൊടാൻ പറ്റാത്ത പെണ്ണിന് ആയതുണ്ടായാൽ തൊടാൻ പറ്റൂല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ അവരെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ആയിഷ ബീവി ഭക്ഷണം അങ്ങനെ കഴിക്കണം. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോടൊക്കെ നല്ല സ്നേഹത്തിലല്ലേ പെരുമാറി. നബി എന്ത് ചെയ്തു? ആയിഷ ബീവിന്റെ സ്പൂൺ എടുത്തിട്ട് നബി എടുത്തിട്ട് കോരിയെടുക്കണം. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, വേണ്ട വേണ്ട, എന്റെ ഭക്ഷണമാണ്, ഞാൻ ഹൈലുകാരിയാണ്, ഒരിക്കലും അങ്ങനെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആയിഷ ബീവിയുടെ കോരിയെടുത്തിട്ട് ആയിഷ ബീവിക്ക് കൊടുത്തിട്ട് അതേ സ്പൂൺ തന്നെ എടുത്തിട്ട് നബിയും വാങ്ങി വെച്ചു. ആർത്തവം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും അകറ്റി നിർത്തേണ്ട ഒന്നല്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് രക്തസ്രാവമാണല്ലോ, രക്തസ്രാവല്ലേ. അപ്പൊ ആ രക്തസ്രാവം മറ്റുള്ളവരുടെ ഇടയിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങളിലും മറ്റും, രക്തം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നജസിന്റെ ഗണത്തിലല്ലേ, നജസല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ നജസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ട എന്നുള്ളതാണ് അതിന്റെ മെയിനായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പള്ളി അതിന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് അകറ്റുകയോ പുറത്താക്കുകയോ അവരുമായിട്ട് ഒപ്പരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിസ്കാര കാര്യങ്ങൾ, പള്ളിയിൽ കയറുന്ന കാര്യങ്ങൾ ഇത്യാദി നമ്മൾ എന്താ പറയുക, പവിത്രത നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടുമാറി നിൽക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. ഇതിങ്ങനെ വായിച്ചപ്പോ സാജിദ വായന തുടർന്ന് നമ്മുടെ പുസ്തകത്തിന്റെ പേജ് മടച്ചു. ഫാത്തിമ ബിൻത് ഹബീ ഉബൈസ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഇസ്തിഹാലത്തുണ്ട്, ഞാൻ നിസ്കാരം ഒഴിവാക്കണമോ? അപ്പൊ ഹയലിന്റെ വേറൊരു രൂപമാണ് ഇസ്തിഹാലത്ത്. എന്നാൽ ഒരു സ്ത്രീ ശാരീരികമായി എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനെയാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അത് ഹയലല്ല. ഹയൽ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഗർഭാശയത്തിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന രക്തസ്രാവമാണ്. അഥവാ പൂങ്കുല വരുന്നത് പോലെ പൂക്കാറായി കായ്ക്കാറായി എന്നതിന്റെ അടയാളമാണ്. അഥവാ ഗർഭപാത്രം ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ, ഒരു ബീജത്തെ സ്വീകരിക്കാൻ റെഡിയാണ് എന്നറിയിക്കാൻ, ശാരീരികമായി വേറൊരു കേടുമില്ല എന്നറിയിക്കാൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് എന്ത്, ഈ ഹയർ. എന്നാൽ ചിലപ്പോ ഒക്കെ എന്തുണ്ടാവാറുണ്ട്, സ്ത്രീകൾക്ക് ഇസ്തിഹാലത്ത് ഉണ്ടാവും. അതെന്താണ് സംഭവം? അത് ഹയറല്ല, രോഗലക്ഷണമാണ്. ശാരീരികമായി വല്ല ക്ഷീണം സംഭവിക്കുമ്പോഴോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണമോ ഒക്കെ ആയിട്ടാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അതൊരു രക്തസ്രാവമാണ്. അപ്പൊ അതിന് ചികിത്സിക്കുകയൊക്കെ വേണം. എന്നാൽ അത്തരം സമയങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? സ്ത്രീ എങ്ങനെ ചെയ്യണം? നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമെന്നല്ല, നിസ്കരിക്കണം. ഇസ്തിഹാലത്തിന് സംഭവം ഹയറിന്റെ അതേപോലെ രക്തം വരുന്നതാണെങ്കിലും ഇസ്തിഹാലത്തിന് നിസ്കരിക്കണം, ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ചെയ്യണം? ഈ അമിത രക്തസ്രാവം ഉണ്ടാകുന്ന അഥവാ കൃത്യമായി സംഭവിക്കുന്ന ഹയല് അഥവാ ആർത്തവം അല്ലാതെ രോഗലക്ഷണമായിട്ടോ രോഗം കാരണമോ ഒക്കെ അല്ലെങ്കിൽ ശാരീരിക ക്ഷീണം കാരണമോ ഒക്കെ സംഭവിക്കുന്ന രക്തസ്രാവത്തിനാണ് എന്തെന്ന് പറയാ, ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. ഈ ഇസ്തിഹാലത്ത് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതെങ്ങനെ? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതിനെ കുറിച്ചാണ്? ഹയലിനെ കുറിച്ച്. അപ്പൊ ഹയൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതൊരു പ്രകൃതി കണക്കാക്കിയ സ്ത്രീകൾക്ക് നൽകിയ ഒരു പ്രത്യുൽപാദനത്തിന്റെ അടയാളമാണ്. പ്രത്യുൽപാദനത്തിന് ഈ സ്ത്രീ റെഡിയാണ്, ഗർഭപാത്രം റെഡിയാണ് എന്നറിയിക്കുന്ന ഒരു അടയാളമാണ്. അന്ന് കരുതി അവളെ എല്ലാത്തിനും അകത്തണോ ഒന്നും വേണ്ട. ഇന്ന് ആധുനിക കാലാണ്, അതിനൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നല്ല വൃത്തിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വൃത്തിയിൽ അവരും നമ്മളെ കൂടെ ഇടയിൽ ജീവിക്കണം. അവരൊരിക്കലും അകറ്റി നിർത്തരുത്. അവരെ കിടപ്പുറയിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒന്നും അകറ്റി നിർത്തരുത്. പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് മാനസികമായി ചിലപ്പോൾ അടിവയറ്റിനൊക്കെ നല്ല വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സമയത്ത് നമ്മൾ സ്ത്രീകളോട് എന്ത് ചെയ്യണം? നല്ല പെരുമാറ്റത്തിൽ. ചിലപ്പോൾ ഉമ്മാർക്കും ഉണ്ടാവും, ഉമ്മാരൊക്കെ ഉണ്ടാവില്ലേ,
ഉമ്മാർക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഉമ്മാരോടൊക്കെ എന്ത് ചെയ്തിട്ട് കടുത്തു പോയിക്കൊണ്ട് പെരുമാറും. ഉമ്മ ചിലപ്പോൾ ഇങ്ങനെ വേദനയുടെ സമയത്തായിരിക്കും. അപ്പോൾ എപ്പോഴും സ്ത്രീകളോട് പെരുമാറുമ്പോൾ അവരൊരുപാട് ശാരീരിക അവസ്ഥകൾ അനുഭവിക്കുന്നവരാണ്. അവരോട് എന്ത് ചെയ്യണം? നല്ല നിലയിൽ പെരുമാറണം, ബഹുമാനം കൊടുക്കണം. ഈ ലോകം മുഴുവൻ ഇങ്ങനെ പ്രത്യുത്പാദനത്തിലൂടെ ഇങ്ങനെ എന്താ പറയുക, ഓരോരോ തലമുറയായിട്ട് വന്നത് ഈ സ്ത്രീകളുടെ മഹത്തായ സംഭാവനയാണ്. സ്ത്രീകൾ എന്നാണ് ഞങ്ങൾ കുഞ്ഞു പ്രസവിക്കാറൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പ്രത്യുൽപാദനം നടക്കുന്നത് ഈ ലോകത്തിന്റെ ഘടനയിൽ പ്രത്യുൽപാദനം അത് നല്ല നിലയിൽ കൊണ്ടുപോകുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് ഒരുപാട് ആദരവ് കൊടുക്കണം. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും നമ്മൾ ഇസ്ലാം മതം പറയുന്നത് എന്താ പറയുന്നത്? പെണ്ണിനെ സംരക്ഷിക്കണം. അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ആണുങ്ങൾ കൊടുക്കണം. അവർക്ക് എല്ലാം അവരടുത്ത് പൈസ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കുടുംബാവശ്യത്തിന് പോലും ചെലവഴിക്കേണ്ടതില്ല. ഓരോ പൈസ ഓരോ ഇഷ്ടത്തിന് ചെലവഴിക്കാതെ ആണുങ്ങളെ ഉത്തരവാദിത്തമാണെന്ത്? സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്. അപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് നബി സ്ത്രീയായ ഉമ്മാന്റെ കാലടി ചൂട്ടിലാണ് എന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ കാലടി പോയി തപ്പിക്കാൻ കിട്ടുമോ? ഇല്ല. പിന്നെ ആ ഉമ്മാക്ക് വേണ്ട സേവനങ്ങൾ, ഉമ്മാനോട് നമുക്ക് ഒരുപാട് കടമകളുണ്ട്. ഉമ്മയാണ് നമ്മെ ഈ ലോകത്തേക്ക് എത്തിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മുടെ എല്ലാ ഉമ്മമാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതോടൊപ്പം മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി സ്വർഗം നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറാനുള്ള നല്ല സ്വഭാവമുള്ളവരാക്കി അല്ലാഹു തആല നമ്മയൊക്കെ മാറ്റി തരുമാറാവട്ടെ. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഈ സ്ത്രീകളോട് പെരുമാറുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി അവരെ ഒരു നിലക്കും എന്ത് ചെയ്ത് ഹറാസ് ചെയ്യുന്ന രൂപത്തിലോ ഷൗട്ട് ചെയ്യുന്ന രൂപത്തിലോ. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാര് സ്ത്രീയല്ലേ, ഉമ്മമാര് സ്ത്രീയല്ലേ, നമ്മുടെ ഭാര്യമാര് സ്ത്രീയാണ്, നമ്മുടെ മക്കള് സ്ത്രീകളാണ്. ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അവരുടെ അങ്ങനത്തെ പ്രകൃതി എന്താ പറയാ, അങ്ങനത്തെ ഒരു പ്രകൃതം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. ഹറാസ്മെന്റ് ചെയ്യുന്ന രൂപത്തിൽ അവരോട് സ്നേഹത്തിൽ കഴിയണം. ഇൻഷാ അല്ലാഹ് ഈ പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്, ജീവിതത്തിൽ കൊണ്ടു നടക്കണം. നിങ്ങളും പരസ്പരം ആലോചിക്കണം. അത് സ്ത്രീകളാണെങ്കിലും സ്ത്രീകളും ചിലപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്ത് ചെയ്യണം? പെരുമാറ്റത്തില് നിങ്ങളും മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ അമിതമായി ആരോടും എന്ത് ചെയ്യരുത്, എന്തെങ്കിലും കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ അല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തല്ലേ? എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സലാത്തില്ലല്ലോ. Waalaikumsalam.